ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ആർക്കും യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് യൂട്യൂബിലൂടെ വരുമാനം നേടിയെടുക്കാൻ കഴിയും. അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ജിമെയിൽ ID യും ഒരു മൊബൈൽ നമ്പറുമാണ്. അപ്പോൾ നമ്മുടെ കയ്യിലൊരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ പലരും വിചാരിച്ചിട്ടുള്ളത് ലാപ്ടോപ്പിലൂടെ മാത്രമാണ് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ്. അങ്ങനെയല്ല, നമുക്ക് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു ചാനൽ തുടങ്ങാം, അതും ബ്രാൻഡ് അക്കൗണ്ട് ആയിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ബ്രാൻഡ് അക്കൗണ്ട് ആയിട്ട് എങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ ബ്രാൻഡ് അക്കൗണ്ട് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെപ്പോഴും യൂട്യൂബിൽ നമ്മളൊരു ID ഉണ്ടാകും, നമ്മൾ കമൻ്റ് ഇടാനും ബാക്കി നമ്മളിങ്ങനെ ഒരു യൂട്യൂബ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതെപ്പോഴും ഒരു പേഴ്സണൽ അക്കൗണ്ട് ആയിട്ടായിരിക്കും ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കുക. പക്ഷേ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ബ്രാൻഡ് അക്കൗണ്ട് ആയിട്ടാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു ചാനലിൻ്റെ മൊത്തത്തിലുള്ള ഒരു സെറ്റിങ്സ് വേണ്ട, ഒരു ചാനലിന് അടിസ്ഥാനപരമായിട്ട് വേണ്ട എല്ലാ സെറ്റിങ്സും നമ്മൾ പറയുന്നുണ്ട്. അതിനെ എങ്ങനെ ചാനൽ വെരിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ ചാനലിൻ്റെ കസ്റ്റമൈസേഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും പരാമർശിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു സ്മാർട്ട് ഫോൺ ഉണ്ട്. അപ്പോൾ ഇനി എങ്ങനെ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കാരണം യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് മിസ്സാകാതിരിക്കാൻ നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് എങ്ങനെ ചാനൽ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് യൂട്യൂബ് ആപ്പ് വഴിയല്ല, ഗൂഗിൾ ക്രോം വഴിയാണ്. അപ്പോൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത ശേഷം ഒരു ന്യൂ യൂട്യൂബർ ചെയ്യേണ്ടത് അത് ഒരു ഡെസ്ക്ടോപ്പ് വേർഷനിൽ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണോ നമുക്ക് കാണുന്നത് ആ ഒരു രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനായി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് കാണാം, ഡെസ്ക്ടോപ്പ് വേർഷൻ എന്നൊക്കെ കാണാം. അപ്പോൾ ഓരോരുത്തരുടെ മൊബൈലിലും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇവിടെ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ളതാണ്, ഒരു കമ്പ്യൂട്ടറിൻ്റെ ചിഹ്നവും കാണാം. ജസ്റ്റ് അതിലൊന്ന് ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണോ നമുക്ക് ആ ഒരു സ്ക്രീൻ വരുന്നത് ആ രീതിയിൽ മൊബൈലിൽ ക്രോമിൽ വരുന്നതാണ്. ഇപ്പോൾ ആ രീതിയിലേക്ക് മാറും. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് ഞാൻ ഇവിടെ ഒരു യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബ് എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം മൊബൈലിൽ കാണുന്ന പോലെ തന്നെ ആ ഒരു ഇതിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മളിത് ഡെസ്ക്ടോപ്പ് വേർഷൻ വഴി കമ്പ്യൂട്ടറിൽ കാണുന്ന രീതിയിലേക്ക് മാറ്റി നോക്കാം. അപ്പോൾ ഞാൻ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തു ശേഷം ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ള ഭാഗം ടിക്കറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു മൊബൈലിൻ്റെ ആ ഒരു മാറിയിട്ടുണ്ട്, നമുക്കൊരു കമ്പ്യൂട്ടറിൽ കാണുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ജിമെയിൽ ID ആണ്. എല്ലാവരുടെ മൊബൈൽ ഫോണിലും ഓൾറെഡി ഒരു ഇമെയിൽ ID ക്രിയേറ്റ് ആയിട്ടുണ്ടാകും. അതല്ലെങ്കിൽ നമുക്ക് പുതിയത് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാനിവിടെ പുതിയത് ക്രിയേറ്റ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഗൂഗിളിൻ്റെ ഏത് സർവീസ് ഉപയോഗിച്ചും നിങ്ങൾക്ക് ജിമെയിൽ ID ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തു, ഇതുപോലെ നിങ്ങളുടെ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആഡ് അനദർ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാക്കും. ഇതിപ്പോൾ പ്ലേ സ്റ്റോറിലാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ഞാൻ ആഡ് ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തു, ആഡ് അനദർ അക്കൗണ്ട് എന്ന് കൊടുത്തപ്പോൾ പുതിയൊരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ജിമെയിൽ ID നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനത് ക്രോമിലൂടെയല്ല പ്ലേ സ്റ്റോറിൽ വഴിയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇതുപോലെ നമുക്കിനി ഗൂഗിൾ എടുക്കാം. ഈ നമ്മുടെ മൊബൈൽ ഫോണിലെ ഗൂഗിൾ എടുത്തിട്ട് മുകളിൽ കാണുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ഈ ഒരു മാർക്കിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ആഡ് അനദർ അക്കൗണ്ട് എന്ന് കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഗൂഗിളിലെ ഏത് സർവീസിൽ പോയി കഴിഞ്ഞാലും അവിടെ നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്, ജിമെയിൽ IDയിലൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞതാണ്, ഈ ഒരു വഴി തന്നെ പോകണമെന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ ക്രോം വഴിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, പുതിയൊരു ഇമെയിൽ ID തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ക്രോം ഓപ്പൺ ചെയ്തു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിൾ സെർച്ച് ചെയ്തു, നമുക്കൊരു m.youtube.com എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഗൂഗിൾ ഓപ്പൺ ആയിട്ട് വരും.
അപ്പോൾ ഡെസ്ക്ടോപ്പ് സൈറ്റ് നമ്മൾ ഓൾറെഡി ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഡെസ്ക്ടോപ്പ് സൈറ്റ് ഓൺ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഓൺ ചെയ്ത ശേഷം നമ്മളൊരു പുതിയൊരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്ത് തന്നെ നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പുതിയ ഒരു പേജ് ഓപ്പണായി വന്നിട്ടുണ്ട് യൂട്യൂബിൻ്റെ. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ മുകളിൽ സൈൻ ഇൻ എന്ന് കാണാം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഈ ഒരു സൈൻ ആണെങ്കിൽ അവിടെ ഒരു ഐക്കൺ കാണാൻ കഴിയും. ഇപ്പോൾ ഇവിടെ സൈൻ ഇൻ എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ നിലവിലെ ഇമെയിൽ ID വെച്ച് ഇവിടെ സൈൻ ചെയ്യാം. അതല്ലെങ്കിൽ അവിടെ സൈൻ ഇൻ കൊടുക്കുമ്പോൾ നമുക്ക് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും വരും. അപ്പോൾ നേരത്തെ കണ്ട പോലെ ആഡ് അക്കൗണ്ട് ടു ഡിവൈസ് എന്നുള്ളത് പുതിയൊരു നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ആഡ് അക്കൗണ്ട് കൊടുത്തു. അപ്പോൾ പുതിയൊരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് ഏത് വഴി വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത്. നമുക്കൊരു Gmail ID ഉണ്ടായാൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു. അവിടെ ഫോർ മൈ പേഴ്സണൽ യൂസ് എന്നുള്ളത് തിരഞ്ഞെടുത്തു. ഇനി നമുക്ക് ഇമെയിൽ IDക്ക് ഒരു നെയിം വേണം. അപ്പോൾ ഞാനിവിടെ സിഹ മെഹവിഷ് എന്ന് കൊടുത്തു. ലാസ്റ്റ് നെയിം ഓപ്ഷണലാണ്, വേണമെങ്കിൽ കൊടുത്താൽ മതി. ഞാൻ ഫസ്റ്റ് നെയിം മാത്രമാണ് കൊടുക്കുന്നത്. ലാസ്റ്റ് നെയിം ഓപ്ഷണൽ ആയതുകൊണ്ട് കൊടുക്കണം നിർബന്ധമില്ല. ശേഷം നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ മക്കളെ പേരിലൊക്കെ തുടങ്ങുകയാണെങ്കിൽ പോലും ഡേറ്റ് എപ്പോഴും നിങ്ങൾ ഒരു 18 വയസ്സിൻ്റെ മുകളിലേക്കായിട്ട് കൊടുക്കണം. അങ്ങനെ ഞാൻ ഫീമെയിൽ തിരഞ്ഞെടുത്തത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ശേഷം നമുക്ക് 3 ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഏത് ഇമെയിൽ ID ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഞാൻ ഫസ്റ്റ് ആദ്യത്തെ ഓപ്ഷൻ തന്നെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്കിത് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ പുതിയത് ഓപ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഞാൻ sihamehavish@gmail.com എന്നുള്ളത് എനിക്ക് ഓക്കെയാണ്. അപ്പോൾ ഞാനത് ഓക്കെ ആക്കി. ശേഷം ഞാൻ നെക്സ്റ്റ് കൊടുത്തു. പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ലൊരു പാസ്വേഡ് പുതിയത് സ്ട്രോങ് ആയിട്ടുള്ളത് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് അടിച്ച് പോവുക. അങ്ങനെ നമ്മൾ പുതിയൊരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ലാസ്റ്റ് സ്റ്റെപ്പിലാണ്. നെക്സ്റ്റ് അടിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അത് ഐ അഗ്രി കൊടുക്കുക. എല്ലാവരെ പോലെയും നമ്മളത് വായിച്ച് നോക്കാതെ തന്നെയാണ് അഗ്രി കൊടുക്കുന്നത്. അങ്ങനെ ശേഷം മിക്ക ആളുകളും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും വായിച്ച് നോക്കാറില്ല. അങ്ങനെ നമ്മുടെ അക്കൗണ്ട് പുതിയതായിട്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ സൈൻ ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ എന്തെങ്കിലും എറർ വരികയാണെങ്കിൽ നിങ്ങൾ ഡെസ്ക്ടോപ്പ് വേർഷൻ ഒന്ന് ഓഫ് കൊടുത്താൽ മതി. വീണ്ടും മൊബൈൽ വേർഷനിൽ ആക്കി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യാതെ കാണിക്കുകയാണ്. ചിലപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റീസ്റ്റാർട്ട് ആകുന്ന വല്ല പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ ആ അക്കൗണ്ട് ഒന്ന് എടുത്ത് സെലക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ എൻ്റെ അത് അവിടെ ലോഗിൻ ആയിട്ടില്ല, ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടുണ്ട് sihamehavish@gmail.com എന്നുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ സ്റ്റോറിൽ പോയിട്ട് എൻ്റെ ക്രോം ഒന്ന് അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. കാരണം ഞാനത് ക്രിയേറ്റ് ആയതും ലോഗിൻ ആകാതെ റീസ്റ്റാർട്ട് ആകുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ക്രോം എടുത്തു. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഡെസ്ക്ടോപ്പ് വേർഷൻ ഒന്ന് ഓഫ് കൊടുത്താലും മതി, ശേഷം ഓൺ ചെയ്താൽ മതി. അതുപോലെ ലോഗിൻ ചെയ്ത ശേഷം അപ്പോൾ ഞാനിവിടെ അത് അപ്ഡേറ്റ് ചെയ്തു. ശേഷം ഞാൻ ക്രോം ഓപ്പൺ ചെയ്തപ്പോൾ സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിലവിലെ ആ ഒരു പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത നമ്മുടെ ഇമെയിൽ ID ഉണ്ട്, അത് കൊടുക്കുകയാണ്. ശേഷം പാസ്വേഡും കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പുതിയൊരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്തു. ശേഷം നമ്മൾ ക്രോം ഓപ്പൺ ചെയ്ത് നമ്മൾ ആ ഇമെയിൽ ID വെച്ചിട്ട് ലോഗിൻ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ ലോഗിൻ ആയിട്ടുണ്ട്. അവിടെ ഞാൻ സിഹ എസ് വെച്ചിട്ടായതുകൊണ്ട് എസ് എന്നുള്ള ഐക്കൺ വന്നിട്ടുണ്ട്. നേരത്തെ ഇവിടെ സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ലോഗിൻ ചെയ്തുകൊണ്ട് എസ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെ ഓപ്പൺ ചെയ്യുമ്പോൾ ഓൾറെഡി ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ ഈ ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇമെയിൽ IDയിൽ തന്നെ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ചാനൽ തുടങ്ങാം. ഇപ്പോൾ ഞാനിത് പുതിയത് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ എങ്ങനെ ചാനൽ ക്രിയേറ്റ് ചെയ്യാമെന്നതിൻ്റെ കൂടെ ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്ത് തന്നെ കാണിച്ചതാണ്. ഇനി നമുക്ക് യൂട്യൂബ് വീണ്ടും ഓപ്പൺ ചെയ്യാം. ഡെസ്ക്ടോപ്പ് വേർഷനിൽ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഇമെയിൽ ID ലോഗിൻ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഇമെയിൽ ID അത് തന്നെയാണോ sihamehavish@gmail.com അത് തന്നെയാണെന്ന് നമ്മളൊന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങൾ ഓൾറെഡി കൂടുതൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉറപ്പ് വരുത്തുക.
ക്രിയേറ്റ് എ ചാനൽ എന്നുള്ള ഓപ്ഷനിൽ എല്ലാവരും ക്ലിക്ക് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ തെറ്റിദ്ധരിക്കും ഇതാണ് നമ്മുടെ ചാനൽ എന്ന്. പക്ഷേ ഇതൊരു പേഴ്സണൽ അക്കൗണ്ടാണ്. നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുത്ത നെയിം സിഹാം മെഹവിഷ് എന്നാണ് അവിടെ വന്നിട്ടുള്ളത്. അത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ പ്രൊഫൈലിലൊക്കെ അത് മാറും. അതുകൊണ്ട് ഇവിടെ ക്രിയേറ്റ് എ ചാനൽ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പേഴ്സണൽ അക്കൗണ്ടാണ്. ഇപ്പോൾ ഞാനത് ജസ്റ്റ് ക്രിയേറ്റ് ചാനൽ എന്നുള്ളത് കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു പുതിയ ചാനൽ ക്രിയേറ്റ് ആയി വരും, സാധാരണ ചാനൽ പോലെ തന്നെ. പക്ഷേ ഇത് പേഴ്സണൽ അക്കൗണ്ടാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിവിടെ ചാനൽ ക്രിയേറ്റ് ആയിട്ടുണ്ട് സിഹാം മെഹവിഷ്. അതായത് ഞാൻ ചാനലിൻ്റെ ഇമെയിൽ ID കൊടുത്ത ആ ഒരു പേരിൽ തന്നെ അവിടെ ചാനൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പേഴ്സണൽ അക്കൗണ്ട്. ഈ ഒരു റൈറ്റ് സൈഡിൽ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്രോമിൽ നമ്മൾ ഏതൊക്കെ ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ എത്രയൊക്കെ ചാനലുണ്ട്, ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതിനായിട്ട് നമ്മൾ ആ ഒരു റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് സ്വിച്ച് അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമുക്കൊരു ബ്രാൻഡ് അക്കൗണ്ട് എങ്ങനെ തുടങ്ങാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമ്മൾ നമ്മുടെ ചാനലിൻ്റെ പേജ് എടുക്കുക, അതായത് നമ്മൾ ചാനൽ എടുക്കുക. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് സിഹാം മെഹവിഷ് എന്നുള്ള ചാനലാണ്. ആ ഒരു ചാനൽ നമ്മൾ ഓപ്പൺ ചെയ്തു. ശേഷം നമ്മൾ മുകളിൽ കാണുന്ന റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ കാണാം. അതിന് താഴെ സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ഞാൻ നമ്മുടെ ചാനലിൽ വരിക, എന്നിട്ട് ശേഷം മുകളിൽ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണുക. ഈ ഒരു പാത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ പേഴ്സണൽ അക്കൗണ്ട് നമ്മൾ ആ ഒരു ചാനലിൽ വന്നിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ശേഷം ഇതുപോലെ സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ വരിക. ഈ ഒരു സെറ്റിങ്സിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുക. അപ്പോൾ നമ്മൾ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു പേജ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ മൊബൈലിലായതുകൊണ്ടൊന്ന് സൂമൊക്കെ ചെയ്ത് നോക്കേണ്ടി വരും. ഇപ്പം ഞാൻ ജസ്റ്റ് 2 വിരലായിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ സൂം ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ക്രിയേറ്റ് എ ന്യൂ ചാനൽ എന്നുള്ളൊരു ഓപ്ഷൻ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ വരും. ഇതാണ് നമ്മുടെ ചാനൽ, നമ്മൾ ബ്രാൻഡ് അക്കൗണ്ടായിട്ട് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നമ്മുടെ ചാനൽ എന്ത് പേരാണോ നൽകാൻ ഉദ്ദേശിക്കുന്നത് ആ പേര് ഇവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൂവി റിവ്യൂ മലയാളം എന്നുള്ളതാണ്. നേരത്തെ ക്രിയേറ്റ് ആയത് സിഹാം മെഹവിഷ്, അത് ഞാൻ ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്തപ്പോൾ പേഴ്സണൽ അക്കൗണ്ടായിട്ട് ക്രിയേറ്റ് ആയതാണ്. പക്ഷേ എൻ്റെ ചാനൽ മൂവി റിവ്യൂ മലയാളം അത് കൊടുത്തു. ശേഷം ആ ഒരു അക്സെപ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ക്രിയേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ചാനൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഓപ്പൺ ചോദിക്കുമ്പോൾ ക്രോമ് തന്നെ സെലക്ട് ചെയ്യുക. നിങ്ങളങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് യൂട്യൂബ് ആപ്പിലേക്ക് പോകണമെന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ക്രോമ് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചാനൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്, മൂവി റിവ്യൂ മലയാളം എന്ന് പറഞ്ഞിട്ട്. ഇതാണ് നമ്മുടെ ചാനൽ. ഇപ്പോൾ നമ്മൾ നമ്മുടെ ചാനൽ ക്രിയേറ്റ് ചെയ്തു. ജസ്റ്റ് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കതിൽ ഒരുപാട് സെറ്റിങ്സുകൾ കൊടുക്കാനുണ്ട്. നമ്മുടെ ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചർ മാറ്റണം, ബാക്ക്ഗ്രൗണ്ട് പിക്ചർ മാറ്റണം, നമുക്ക് നമ്മുടെ ചാനലിൻ്റെ പല സെറ്റിങ്സുകൾ മാറ്റാനുണ്ട്, വെരിഫൈ ചെയ്യാനുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കമ്പ്യൂട്ടറിലാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ കമ്പ്യൂട്ടറിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ചാനലിൻ്റെ ഫുൾ കൺട്രോൾ എന്ന് പറയുന്നത് അതിൻ്റെ ക്രിയേറ്റർ സ്റ്റുഡിയോ. അപ്പോൾ നമുക്ക് നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തു, നമ്മളൊരു ക്രിയേറ്ററാണ്. അപ്പോൾ യൂട്യൂബ് നമുക്കൊരു സർവീസ് നൽകുന്നുണ്ട്. അതായത് ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു വെബ്സൈറ്റിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ മൊത്തം കൺട്രോൾ നമുക്ക് ലഭിക്കും. ആ ഒരു ടൂൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും ചാനലിൻ്റെ മൊത്തം സെറ്റിങ്സും മോണിറ്റൈസേഷന്, കസ്റ്റമൈസേഷൻ, അങ്ങനെ കോപ്പിറൈറ്റിനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, നമുക്ക് മ്യൂസിക്കുകൾ, അങ്ങനെ എല്ലാവിധ സെറ്റിങ്സുകളും അവിടെയാണ്. നമ്മുടെ ചാനലിൻ്റെ മൊത്തത്തിലുള്ള കൺട്രോളുകൾ അവിടെയാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ നേടാം, അല്ലെങ്കിൽ ആ ഒരു പേജിലേക്ക് എങ്ങനെ പോകാം എന്നുള്ളത് ഒരു ക്രിയേറ്റർ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഒരു ചാനലിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്നുള്ളത് ഈ ക്രിയേറ്റർ സ്റ്റുഡിയോ എന്നുള്ളതാണ്. ഈ ഒരു ക്രിയേറ്റർ സ്റ്റുഡിയോ എങ്ങനെ ഓപ്പൺ ചെയ്യുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് മൊബൈലിൽ YT സ്റ്റുഡിയോ എന്നുള്ള ആപ്പ് ഉണ്ട്. പക്ഷേ അതുവഴിയല്ല നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ലൈറ്റ് വേർഷൻ ആണെന്ന് പറയാം. നമുക്കിതിൻ്റെ പരിപൂർണമായിട്ടുള്ള എല്ലാ ഓപ്ഷനും ലഭിക്കുന്നത് കമ്പ്യൂട്ടറിലാണ്. അപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പ് വേർഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഇതെങ്ങനെ ഈ ഒരു പേജിലേക്ക് ക്രിയേറ്റർ സ്റ്റുഡിയോ എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്നുള്ളത് നോക്കാം.
അപ്പോൾ ഞാനിവിടെ ക്രോം ഓപ്പൺ ചെയ്ത ശേഷം studio.youtube.com എന്ന് സെർച്ച് ചെയ്യുകയാണ് നമ്മുടെ ചാനലിൻ്റെ ഡാഷ്ബോർഡിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ studio.youtube.com എന്ന് സെർച്ച് ചെയ്തു. ഡെസ്ക്ടോപ്പ് വേർഷൻ ഓൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. അങ്ങനെ നമ്മൾ നമ്മുടെ ചാനലിൻ്റെ ഡാഷ്ബോർഡിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ലോഡായിക്കൊണ്ടിരിക്കുന്നുണ്ട്. യെസ്, ഓപ്പൺ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചാനലിൻ്റെ ഡാഷ്ബോർഡ് എന്നുള്ളത്. വെൽക്കം ടു യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോട്ടിഫിക്കേഷൻ കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റൈറ്റ് സൈഡിൽ നമ്മൾ നമ്മുടെ ചാനലിൻ്റെ തന്നെയാണോ ഓപ്പൺ ചെയ്തിട്ടുള്ളതെന്ന് എപ്പോഴും കൺഫേം ചെയ്യുന്നത് നല്ലതാണ്. ഒന്നിൽ കൂടുതൽ ചാനൽ, ഒന്നിൽ കൂടുതൽ ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ ചാനലിൻ്റെ നെയിം റൈറ്റ് സൈഡിൽ കാണാൻ കഴിയും. എന്നാലും ഇവിടെ സ്വിച്ച് അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര ചാനൽ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇവിടെ കാണാം. മൂവി റിവ്യൂ മലയാളം സെലക്ട് ചെയ്യുക. മറ്റേത് പേഴ്സണൽ അക്കൗണ്ട്, ഇത് ബ്രാൻഡ് അക്കൗണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബ്രാൻഡ് അക്കൗണ്ട് സെലക്ട് ചെയ്തു. ഇതാണ് നമ്മുടെ ചാനലിൻ്റെ ഡാഷ്ബോർഡ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ താഴെ കസ്റ്റമൈസേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഈ ഒരു എംബ്ലം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക് ഇൻഫോ, ഈ ലേഔട്ട്, ബ്രാൻഡിങ്, ബേസിക് ഇൻഫോ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ നെയിം ഇതാണ് ആദ്യം കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ നെയിം എഡിറ്റ് ചെയ്യാനൊക്കെ കഴിയും. ചാനലിൻ്റെ നെയിം ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചേഞ്ച് ചെയ്യാം. മൂവി റിവ്യൂ മലയാളം എന്നുള്ളത് ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പിന്നെ യൂട്യൂബിൻ്റെ ഹാൻഡിൽ നമുക്ക് യൂട്യൂബ് നൽകുന്നത് നമുക്കൊരു ID ട്വിറ്ററിലൊക്കെ ഉള്ള പോലെ. അപ്പോൾ മൂവി റിവ്യൂ മലയാളം എന്ന് മാത്രം കിട്ടുമോ എന്ന് നോക്കി. അപ്പോൾ റൈറ്റ് സൈഡിലത് ആ ഒരു റെഡ് മാർക്ക് വരുന്നുണ്ട്, അങ്ങനെ കിട്ടുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഞാനൊരു 1 കൂടി ആഡ് ചെയ്ത് കൊടുത്തു. കുറേ എംബ്ലങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അത് ഒഴിവാക്കി മൂവി റിവ്യൂ മലയാളം എന്ന് ടൈപ്പ് ചെയ്തു. അത് ഓക്കെയാണ്, ഗ്രീൻ ടിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഹാൻഡിൽ കിട്ടിയിട്ടുണ്ട്. പേരിൻ്റെ കൂടെ ഒരു 1 കൂടി ചേർത്തപ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ പേരിൻ്റെ കൂടെ 1 ഇല്ലാതെ തന്നെ കിട്ടിയേക്കാം. ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഇനി നമുക്ക് ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത് കാണാം. ഇപ്പോൾ ഇവിടെ എന്ത് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒരു അബൌട്ട് സെക്ഷൻ എന്ന് പറയാം. നിങ്ങളുടെ ചാനൽ എന്താണ്, സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പ്രേക്ഷകർക്ക് കിട്ടുന്നത് എന്നുള്ളത് കൊടുക്കാം. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പല ചാനൽ ഓപ്പൺ ചെയ്യുമ്പോഴും കണ്ടിട്ടുണ്ടാകും അബൌട്ട് സെക്ഷനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കാണുന്നത് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ എന്നുള്ള ഭാഗത്ത് കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് ചാനലിൽ കയറി നോക്കുമ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും അബൌട്ട് സെക്ഷനിൽ. അപ്പോൾ ഇത് ഇങ്ങനെ കാണുന്നത് അവിടെ ഈ ഒരു ബേസിക് ഇൻഫോയിൽ ഡിസ്ക്രിപ്ഷൻ എന്നുള്ള ഭാഗത്ത് കൊടുക്കുന്നതാണ് അവിടെ അങ്ങനെ കാണുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൻ്റെ അബൌട്ട് സെക്ഷൻ ഇതുപോലെ കൊടുത്ത് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ നിങ്ങളുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക. ഒരുപാട് വ്യൂവേഴ്സ് നിങ്ങളുടെ ചാനലിൽ കയറി ഈ ഒരു ഭാഗം ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ നന്നായി സെറ്റ് ചെയ്യുക. ഇനി അതിൻ്റെ താഴെ നമുക്ക് കാണാം ചാനലിൻ്റെ URL എന്നുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണിത്. അപ്പോൾ ഈ ഒരു URL നിങ്ങൾ കോപ്പി ചെയ്ത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം. മൊബൈലിൽ മാത്രമല്ല, എവിടെയെങ്കിലും എഴുതി വെക്കുന്നത് നല്ലതാണ്. ചാനലൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാൻ ഈ URL അത്യാവശ്യമാണ്. അതിന് താഴെ നമുക്ക് ലിങ്ക് എന്നുള്ളത് കാണാം. അപ്പോൾ ഇവിടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നുള്ള പേരിലൊക്കെ നമുക്ക് കൊടുക്കാം. ഇൻസ്റ്റാഗ്രാം എന്ന് കൊടുത്തിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം URL അപ്പുറത്ത് നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനുള്ളൊരു മാർഗ്ഗം എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണാം. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് ഇവിടെ കൊടുക്കുന്ന ആ ഒരു അഡ്രസ്സാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് അവിടെ കൊടുക്കുക. അടുത്തത് ഫേസ്ബുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ആഡ് ലിങ്ക് അത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയ സൈറ്റുകൾ കൊടുക്കാം. ശേഷം നമുക്ക് കോൺടാക്റ്റ് ഇൻഫോ എന്ന് കാണാം. നമ്മുടെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഇമെയിൽ ID അവിടെ കൊടുക്കാം. അത് ചാനലിൻ്റെ ഇമെയിൽ ID ഒരിക്കലും കൊടുക്കരുത്. വേറെ ഏതെങ്കിലും ഇമെയിൽ ID, പ്രൊമോഷനൊക്കെ വേണ്ടിയിട്ടുള്ള ഇമെയിൽ ID അവിടെ കൊടുക്കാം. ശേഷം നമ്മൾ പബ്ലിഷ് കൊടുക്കുക. അങ്ങനെ പബ്ലിഷ് കൊടുക്കാൻ നമ്മൾ മറക്കരുത്. ശേഷം നമ്മൾ ബ്രാൻഡിങ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഈ ബ്രാൻഡിങ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെറ്റിങ്സ് ആണെന്ന് പറയാം. ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ക് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യണം. അപ്പോൾ ഒരു അട്രാക്ഷൻ, ഒരു ചാനലിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള വലിയൊരു ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൻ്റെ പ്രൊഫൈൽ പിക്കാണ്. ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് അവിടെ ആ ഒരു ബ്രാൻഡിങ് എന്നുള്ള ഓപ്ഷനിൽ ആദ്യം കാണുന്ന ഈ ഒരു പ്രൊഫൈൽ എന്നുള്ളത്. അപ്പോൾ ഇവിടെ അപ്ലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നിങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഫോട്ടോ ആണ് നിങ്ങൾ വെക്കേണ്ടത്. നിങ്ങളത് ആലോചിച്ച് തീരുമാനിച്ച
ഒരു ഡിസൈൻ ചെയ്തൊരു ഫോട്ടോ അപ്ലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ എടുത്ത് ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ മൂവി റിവ്യൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉലക നായകൻ കമൽഹാസൻ്റെ ഒരു ഫോട്ടോയാണ് വെക്കുന്നത്. ശേഷം നമ്മൾ ഡണ്ണ് കൊടുക്കുക. അപ്പോൾ അതവിടെ സേവ് ആയിട്ടുണ്ട്. ശേഷം നമുക്ക് കാണാം ബാനർ ഇമേജ്, അതായത് നമ്മുടെ ചാനലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ ഇമേജ്. അതിനൊരു ഒരു റേഷ്യോ കറക്റ്റായിട്ട് തന്നെ അത്യാവശ്യം നല്ല ഹൈ റെസൊല്യൂഷനുള്ള ഫോട്ടോ വേണ്ടി വരും. ഇതുപോലെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പിക്ചർ കാണുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നിങ്ങൾ സെപ്പറേറ്റ് എഡിറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഒരുപാട് ഓൺലൈൻ ആപ്പുകൾ ഫോട്ടോഷോപ്പിലൊക്കെ ചെയ്യാം, പിക്സാർട്ടിലൊക്കെ ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ ചാനലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് പിക്ചർ സെറ്റ് ചെയ്യാം. ഒരു ചാനലിൻ്റെ ഒരു മൊത്തത്തിലൊരു കസ്റ്റമൈസേഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും ചാനൽ മനോഹരമാക്കുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ഈ ഒരു ബാനർ ഇമേജ്, ബാക്ക്ഗ്രൗണ്ട് പിക്ചർ എന്നുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മളതൊരു പബ്ലിഷ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ അത് സേവ് ആകുന്ന റീഫ്രഷ് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആകുന്നതാണ്. ശേഷം ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് താഴെ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഏറ്റവും താഴെ നമുക്കൊരു സെറ്റിങ്സ് എന്നുള്ളൊരു ചിഹ്നം കാണാം. നന്നായിട്ട് സൂം ചെയ്യേണ്ടി വരും. നമ്മൾ ക്രിയേറ്റർ സ്റ്റുഡിയോ എടുത്ത് കഴിഞ്ഞ ശേഷം നന്നായിട്ട് സൂം ഇൻ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ താഴെ സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സെറ്റിങ്സിൻ്റെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് സെറ്റിങ്സുകളാണ് കൊടുക്കുന്നത്. അതിൽ ജനറൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് ഇൻഫോ എന്ന് കാണാം. അവിടെ നമ്മൾ നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യുക. മോണിറ്റൈസേഷനൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ഒരു കൺട്രി നിർബന്ധമായിട്ടും സെലക്ട് ചെയ്തിരിക്കണം. ശേഷം നമ്മൾ കീവേഡ്സ് എന്ന് കാണാം. നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കീവേഡ്സുകൾ നമ്മളിവിടെ കൊടുക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ്. മൂവി റിവ്യൂ, മലയാളം മൂവി, അത് റിലേറ്റഡ് ആയിട്ടുള്ള 500ഓളം വേർഡ്സുകൾ നമുക്കിവിടെ കൊടുക്കാൻ കഴിയും. അങ്ങനെ അത് കൊടുത്ത് സേവ് ചെയ്യുക. ശേഷം നമുക്ക് ചാനലിൽ കാണാം ഫീച്ചേഴ്സ് എലിജിബിലിറ്റി എന്നുള്ളിടത്ത് ആദ്യത്തേത് ഓട്ടോമാറ്റിക് വെരിഫൈഡ് ആയിട്ടുണ്ടാവും. രണ്ടാമത് നമ്മൾ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യേണ്ടതാണ്. ജസ്റ്റ് വെരിഫൈ ചെയ്യുക. നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. ഗെറ്റ് കോഡ് കൊടുത്തു കഴിഞ്ഞാൽ OTP വരും. ആ OTP നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് വെരിഫിക്കേഷനും ഓക്കെയാണ്. ആദ്യത്തെ വെരിഫിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നടന്നിട്ടുണ്ടാകും. അങ്ങനെ സെക്കൻഡ് വെരിഫിക്കേഷൻ മൊബൈൽ വെരിഫിക്കേഷനാണ്. അപ്പോൾ നമുക്ക് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാനും ബാക്കി ലോങ് വീഡിയോസൊക്കെ ഇടാനും കൂടുതൽ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യാൻ മൊബൈൽ നമ്പർ മസ്റ്റായിട്ടും വെരിഫൈ ചെയ്യണം. മൊബൈൽ നമ്പർ വെരിഫൈ ആയിട്ടുണ്ട്. ഇനി അവിടെ മൂന്നാമതൊരു വെരിഫിക്കേഷൻ ഉണ്ട്, അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എന്നുള്ളത്. അത് ഒന്നുകിൽ നമ്മൾ 2 മാസമൊക്കെ ചാനൽ ഓട്ടോമാറ്റിക്കായിട്ട് റണ്ണ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വെരിഫൈ ആകും. അതല്ലെങ്കിൽ വീഡിയോ വെരിഫിക്കേഷൻ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ID വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ ഒരുപാട് സമയം ആകും എന്നുള്ളത് കൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് വീഡിയോ ചുരുക്കുകയാണ്. നമുക്ക് ആദ്യത്തെ വീഡിയോ വേണമെങ്കിൽ ഈ ഒരു ക്രിയേറ്റർ സ്റ്റുഡിയോ വഴി അപ്ലോഡ് ചെയ്യാം. ആ ഒരു അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞ് ഈ ഒരു ഡെസ്ക്ടോപ്പ് വേർഷനിൽ കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കഴിയും. മൊബൈലിൽ യൂട്യൂബ് ആപ്പ് വഴിയും മാത്രമല്ല, നമുക്ക് സിസ്റ്റത്തിൽ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ കിട്ടുന്ന അഡ്വാൻസ്ഡ് ടൂളുകളൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഇപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്, അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്ക് ഈ ഒരു ചാനൽ കൂടി എത്ര ചാനൽ വേണമെങ്കിൽ നമുക്കിത് വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇനി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ ഈ വഴി തന്നെ ചെയ്യാം. ചാനലിൽ എടുക്കുക. ശേഷം നിങ്ങൾ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ മാനേജ് യൂട്യൂബ് അക്കൗണ്ട് എന്ന് കാണാം. അപ്പോൾ അവിടെ മാനേജ് യൂട്യൂബ് അക്കൗണ്ട് എന്ന് എടുക്കുമ്പോൾ നമുക്ക് നേരത്തെ ലഭിച്ച ഒരു ഓപ്ഷൻ തന്നെ ലഭിക്കും. അവിടെ ആഡ് ഓർ മാനേജ് യുവർ ചാനൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നമ്മൾ ചാനലിൻ്റെ സെറ്റിങ്സിൽ പോയിട്ടാണ് നേരത്തെ ഈ ഒരു ഓപ്ഷനിൽ എത്തിയത്. നമുക്ക് ചാനലിൻ്റെ ഫീച്ചേഴ്സ് വഴിയും ഈ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്നുള്ള വഴിയും നമുക്ക് ആഡ് ഓർ മാനേജ് യുവർ ചാനൽ എന്നുള്ള ഭാഗം ലഭിക്കുന്നതാണ്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ചാനൽ വീണ്ടും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നിലവിൽ ക്രിയേറ്റ് ചെയ്ത 2 ചാനൽ അവിടെ കാണാം. പേഴ്സണൽ അക്കൗണ്ട്, മൂവി റിവ്യൂ മലയാളം എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ചാനൽ നമുക്കവിടെ കാണാം. ഇനി നമുക്ക് പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് എ ചാനൽ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് മൂന്നാമത്തെ ചാനലും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ബ്രാൻഡ് അക്കൗണ്ട് വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു ID-യിൽ തുടങ്ങാൻ കഴിയുന്നതാണ്. അപ്പോൾ ക്രിയേറ്റ് എ ചാനൽ എന്ന് കൊടുക്കുമ്പോൾ ഞാൻ ജസ്റ്റ് മോഡൽ നമ്പർ 1 എന്ന് കൊടുത്തു, ക്രിയേറ്റ് കൊടുത്തു. മൂന്നാമത്തെ ചാനലും വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ചാനലിൻ്റെ കസ്റ്റമൈസേഷനൊക്കെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്രോമിൻ്റെ മുകളിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്വിച്ച് അക്കൗണ്ട് കൊടുക്കുമ്പോൾ മൂന്നാമത്തെ ചാനൽ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പേഴ്സണൽ അക്കൗണ്ട്, 2 ബ്രാൻഡ് അക്കൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. യെസ്, ഇപ്പോൾ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇവിടം കൊണ്ടും തീരുന്നില്ല. ഇനി നമ്മൾ ആദ്യത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണ്.
ബാക്കി കുറച്ച് സെറ്റിങ്സുകൾ കൂടി പറയാനുണ്ട്. അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇനി ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അത് മിസ്സാകാതിരിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ഒരു ബെൽ ബട്ടണും കൂടി അമർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.